നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുറേ കാലം മുമ്പ് ഏകദേശം ഒരു 7-8 വർഷം മുന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. ഒന്നുമില്ല, സാധാരണ ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്തിട്ട് നല്ല മുടി ഇങ്ങനെ ഒതുക്കി കെട്ട് ആകെ ഇങ്ങനെ ചപ്പറുപ്പറാക്കി ഇടാണ്ട്. പിന്നെ ഈ കുർത്ത ഇത് നല്ല ഭംഗി തോന്നി എനിക്ക്. ഗ്രീൻ കളർ എനിക്ക് ചേരുണ്ട് തോന്നുന്നു. അപ്പോൾ അത് കൂടി എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ കമ്മൽ, ഇന്നത്തെ വീഡിയോയിൽ കമ്മലുകളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുന്നേ നമുക്കൊരു ലൈഫ് അപ്ഡേറ്റും ആയിട്ട് വീഡിയോ തുടങ്ങാം. 2025 തുടക്കത്തിൽ തന്നെ എനിക്ക് വളരെ മോശം സമയമാണ്. എനിക്ക് 3 വട്ടം ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു. BP ലോ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. പിന്നെ എൻ്റെ ക്യാമറയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ബാറ്ററി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് കൂടുതൽ തന്നെ ക്യാമറയുടെ ഡിസ്പ്ലേ അടിച്ചു പോയി. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ എനിക്ക് നല്ല അടിയാണ് ജനുവരി തുടക്കം മുതൽ ഇതേ ഈ ഒരു സമയം വരെ വന്നുകൊണ്ടിരിക്കണേ. പക്ഷേ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കുറച്ച് കട്ടി കൂടിയ മനസ്സായതുകൊണ്ട് അങ്ങനെയൊന്നും തളരില്ല. ഇനിയിപ്പോൾ തളർന്നു പോയാൽ തന്നെ അമ്മ പറയാറുണ്ട് പൂച്ചയുടെ ജന്മമാണെന്ന് പറയാറുണ്ട്. പൂച്ചകൾ എൻ്റെ ജാതകത്തിലും പറയണായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൃഗം പൂച്ചയാണെന്ന്. പൂച്ചകളുടെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെ ചാടിയാലും 4 കാലിലേ വീഴുള്ളൂ. അപ്പം അതേപോലെ തന്നെ നമ്മൾ വീണു എന്ന് വിചാരിക്കുന്ന സമയത്തും നമുക്ക് 4 കാലിൽ അല്ലെങ്കിൽ നമ്മളങ്ങനെ ഉയർന്നു പൊങ്ങാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ അല്ലെങ്കിൽ ഒരാൾ തളർന്നു പോണ അവസരങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ വന്നപ്പോഴും ഞാനിങ്ങനെ പിടിച്ച് പൊങ്ങി കയറാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നിൽക്കണേ. ഞാൻ ഏകദേശം ഒരു 6-7 കൊല്ലം ആയിട്ട് യൂട്യൂബിൽ കണ്ടന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. എന്ത് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗുകളോ ഇതുപോലത്തെ വീഡിയോസ് എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ ഒരു 100-ൽ 60% ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബാക്കി ഒരു 40% ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോസ് ഉണ്ടായിരിക്കും എന്തായാലും. അപ്പം നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഈ ക്യാമറയുടെ ഇഷ്യൂവും അതേപോലെ തന്നെ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ നമ്മളെ യൂട്യൂബിൽ നിന്ന് നമ്മളെ ഫാമിലിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ പൂച്ചയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളൊന്ന് വീഴുകയാണെങ്കിൽ അതേപോലെ തന്നെ പൊങ്ങി വരാനുള്ള ഒരു ഊർജം എനിക്ക് നിങ്ങൾ എന്നെ തരണം. ഇപ്പം ഈ വയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴും മാനസികമായിട്ട് നമ്മൾ തളർന്നിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അത് വെച്ചാൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നല്ല, അവർക്ക് എപ്പോഴും ഞാനിപ്പം വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പം എപ്പോഴും കൂടുതൽ നമ്മളൊരു ഏജ് ആയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരുടെ വിഷമങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കുക. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ അച്ഛനോടും അമ്മോടും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയും. എനിക്ക് അതുണ്ടായി, സ്കൂളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ വിഷമമുണ്ടായി, എൻ്റെ ടീച്ചർ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഒക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളെ അമ്മയും അച്ഛനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളായിരിക്കും നമ്മളോട് പറയാം. നമ്മളതിങ്ങനെ മൊഴി കേട്ടോണ്ടിരിക്കും, അതിനൊരു പരിഹാരം എന്നുള്ള പോലെ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ വിഷമങ്ങളോ നമ്മുടെ പ്രശ്നങ്ങളോ അവരോട് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കൂടുതലും അവരെ കേൾക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് വിരലിലുണ്ടാവുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വിഷമിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ മാണിക്യങ്ങൾ, വൈരങ്ങൾ, ഡയമണ്ട്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ പേരുടെ മാനസികമായിട്ടുള്ള പിന്തുണ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം കുറച്ച് ചുമയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് ഇയറിങ്സ് കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ ബോക്സിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളും പറയാം. കുറച്ച് ഓൺലൈൻ ഉണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതുണ്ട്, ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇയറിങ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇയറിങ്സ് എന്ന് പറയുന്നത് ജിംകികളാണ്. ജിംകി അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇയറിങ്സ്. കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാണാത്ത ഇയറിങ്സ് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ആദ്യത്തെ ഇയറിങ്സ് തന്നെ ഇത് ഈ ഒരു കമ്മലാണ് കേട്ടോ. ഈ കമ്മലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ ഭയങ്കര കനമുള്ള പോലെ തോന്നും. അപ്പം ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ കമ്മൽ ഞാൻ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര കനല കമ്മലാണ്, ഇടാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ കുറച്ച് കനല കമ്മലിട്ടെങ്കിൽ ചെയ്ത് തോന്നും ഒക്കെ വിചാരിച്ച. പക്ഷേ ഇതങ്ങനെയല്ല, അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് തന്നെ അറിയാം, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നമ്മൾ മാലയൊന്നും ഇടാണ്ട് കമ്മലിട്ടാൽ തന്നെ അടിപൊളിയാണ്. ചുമക്കികൾ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്നതാണ്. എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ കനയില്ലാത്തതുകൊണ്ട് തന്നെ വലിയ കമ്മലിട്ട് പുറത്ത് പോകാൻ എനിക്ക് നടക്കിടന്ന് തോന്നാറില്ല കേട്ടോ. എൻ്റെ മൂഡ് ഒക്കെ ആണെങ്കിൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ കമ്മലൊക്കെ ഇട്ട് പുറത്ത് പോകും. അല്ലെങ്കിൽ എൻ്റെ മൂഡ് അനുസരിച്ചിട്ടാവും. കുഞ്ഞൊരു സ്റ്റഡൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് വെച്ചാൽ എൻ്റെ അന്നത്തെ ദിവസം തീരെ ശരിയല്ല, തീരെ മൂഡില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ഹാപ്പി ആയിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൈ ഇങ്ങനെ പോകുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇത്. ഈ ഒരു കമ്മല് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഈ 1 ഗ്രാം ഉണ്ടല്ലോ അതിൽ പെട്ടിട്ടുള്ള ഒരു കമ്മലാട്ടോ. ഇത് റൂബി വന്നിട്ടുള്ള കമ്മലാണ്. കാണുമ്പോൾ നമുക്ക് ഒരു ഗോൾഡ് ഇയറിങ്സിൻ്റെ ലുക്ക് തോന്നും. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കല്യാണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇടാനായിട്ട് റെഡ് കളറുള്ള സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഈ ഇയറിങ്ങിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാല് ഇത് വെച്ചാൽ കട്ടി ഭയങ്കര കനം കൂടുതലാണ്. നേരത്തെ നമ്മൾ കാണിച്ച കമ്മൽ പോലെയല്ല, ഭയങ്കര കനം കൂടുതലാട്ടോ. ഭയങ്കര ഭംഗിയാണ്, പക്ഷെ അതേപോലെ തന്നെ കനം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ അഴിഞ്ഞു വീഴും കേട്ടോ. എത്ര നമ്മൾ ബാക്കിൽ പീരി ഉണ്ടല്ലോ, ആ പീരി ഇട്ട് കൊടുത്താലും ഇത് അഴിഞ്ഞു വീഴും. പിന്നെ ഇതിന് കുറ്റിയാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്ക്രൂ തിരിച്ച് വെക്കുന്നതല്ല, കുറ്റിയാണ്. അങ്ങനെ ഉള്ളിക്ക സാധനം നമ്മൾ ഇട്ടിട്ട് ശങ്കീരിയില്ലേ, അത് കുറ്റിയല്ല, എന്താ പറയുക, പിരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കനം കാരണം പെട്ടെന്ന് ഇത് അഴിഞ്ഞു വീഴും കേട്ടോ. പക്ഷെ എന്നാലും ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഇതേപോലെ തന്നെ ബാംഗിൾസും ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. ഇതിൻ്റെ തന്നെ സെയിം. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാണ്. ജിമിക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചുവന്ന കല്ല് വെച്ചിട്ട്, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ഈ കമ്മൽ വാങ്ങിയേട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ കമ്മലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഞാൻ ഒരുപാട് കാലം മുന്നേ എനിക്ക് ഒരു കൊളാബ് വഴി വന്നിട്ടുണ്ടായിരുന്ന കമ്മലാണ്, യൂബെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. അപ്പോൾ ഈ കമ്മലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതെല്ലാ ഡ്രസ്സിനും ഒരുവിധം ബ്ലൂ കളർ ഡ്രസ്സിന് അതുപോലെ ഗ്രീൻ കളർ ഡ്രസ്സിനും ഒക്കെ ഒരുവിധം മാച്ചാവും. ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ കമ്മൽ, കുറേ പേര് കയ്യിലുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കമ്മലേ ഇടാറുണ്ട്. എൻ്റെ 4-5 ഫോട്ടോകളുണ്ട്. പക്ഷേ ഈ കമ്മലിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ഇതും അതിൽ നേരെ ചെവിയിലിരിക്കില്ല. ഈ സംഭവം ഇങ്ങനെ അഴിഞ്ഞിട്ട് വീഴും. കനം കൂടുതലാണ് ഈ കമ്മലിനും. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ അത്ര സേഫ് ആയിട്ടുള്ള കമ്മലല്ല. പക്ഷെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്, ഭയങ്കര ഭംഗിയാണ്. ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഫോട്ടോനൊക്കെ ഈ കമ്മലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അതേ ഇന്നത്തെ കമ്മലൊക്കെ വെച്ചാൽ ഇന്നത്തെ കമ്മലും ഈ ഡ്രസ്സിന് മാച്ചാണ്. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ല, ഗിഫ്റ്റാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം മേടിക്കുന്നത് പോലെയല്ലല്ലോ. മറ്റൊരാൾ അവരധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്താണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിച്ചു തരിക എന്ന് പറയുമ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും സ്നേഹവും കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുള്ള ആളല്ല കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് ചാനലുള്ള കാരണം കൊണ്ട് തന്നെ ഒരുപാട് കൊളാബറേഷൻ വഴി ഒരുപാട് സാധനങ്ങൾ വരും. പക്ഷെ അത് ചില അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്, ഇയറിങ്സ് ഒക്കെ മുന്നേ ഇതുപോലെ കൊളാബ് വഴി കുറേ കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും തിരിച്ച് കിട്ടാണ്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തരാമെന്ന് പറയുന്നത് അത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ട് കാണുന്ന ആളാണ് അങ്ങനത്തെ അത്തരം കാര്യങ്ങൾക്ക്. അപ്പം അതിൽ പെട്ടതാണ് ഈ കമ്മലേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വീഡിയോയിൽ ഇടണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മലേട്ടോ. ഈ കമ്മലും നോക്കുകയാണെന്ന് വെച്ചാൽ ഇതും അതെ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ല, ഗിഫ്റ്റാണ്. വലിയ ചുമക്ക എൻ്റെ ഫേവറേറ്റ് ആണ്, വലിയ ചുമക്ക. ഇതും അതെ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ചുമക്കയാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് പുറത്ത് പോകുമ്പം ഇടാൻ പറ്റിയ നല്ലൊരു കമ്മലാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. എൻ്റെ അമ്മയ്ക്ക് ഈ എന്താ പറയുക, നമ്മുടെ നാടൻ ചുമക്ക സംഭവങ്ങൾ അതിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഇപ്പോൾ വെച്ചിട്ടുള്ള കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല കേട്ടോ, ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഈ കമ്മല് ഒരു കൊല്ലം ആവാനായിട്ടുണ്ട്. ഞാൻ വാങ്ങിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എന്താ ഗിവ തന്നെയല്ല ബ്രാൻഡിൻ്റെ പേര്, ആ ബ്രാൻഡിൻ്റെ കേട്ടോ, പേളിൻ്റെ കമ്മല്. പക്ഷേ ഇത് ഇത്രയും വലുതാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് കുറച്ച് വലുപ്പം കൂടുതലാണ്. ക്രിസ്മസ് സമയത്തൊക്കെ
ഇട്ടിട്ട് എവിടെയെങ്കിലൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എടുത്ത് വെക്കുമ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ സമയത്തൊന്നും ഞാൻ ഓക്കെ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇട്ട് പോകാനും പറ്റിയില്ല. പക്ഷെ ഇതെൻ്റെ കുറച്ച് വില കൂടിയ കമ്മലായതുകൊണ്ട് തന്നെ ഞാൻ ഫേവറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുന്ന കമ്മല. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ് കേട്ടോ ഇത്. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള 2 കമ്മലാണ് കേട്ടോ. ഇതും അതേ പേളിൻ്റെ തന്നെയാണ്. ഭംഗിയുണ്ടല്ലേ, കാണാനുള്ള ഭംഗിയുണ്ട്. അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ 2 കമ്മലും അമ്മയുടെ ഫേവറേറ്റ് ആണ്. അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത അമ്മ പറഞ്ഞു എന്ത് ഭംഗി കാണാൻ, നല്ല രസമുണ്ട്, എനിക്ക് ഇങ്ങനത്തെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ 2 കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, നമുക്ക് നല്ല ഭംഗിയിലെ കാണാനായിട്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു അടിപൊളി ലുക്ക് കിട്ടും, ഒരു ക്ലാസി ലുക്കൊക്കെ കിട്ടുന്ന കമ്മലാണ്. അടിപൊളിയാണ് ഈ കമ്മൽ. ഇതും അതെ കേട്ടോ, നല്ല രസമുണ്ട്. നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് നമ്മുടെ ക്യാമറയൊക്കെ ശരിയായിട്ട് കുറേ അധികം ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കമ്മലുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെറൈറ്റിയിൽ എൻ്റെ തല, എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കണം. ഫോട്ടോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ തന്നെ വേണം ക്യാമറമാൻ. സെൽഫ് ഫോട്ടോസാണ്. പുറത്തുനിന്ന് വേറെ ഒരാൾ വന്നിട്ട് ക്യാമറ പിടിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭാവങ്ങൾ വരില്ല. ഞാൻ തന്നെ ഫോട്ടോ എടുക്കുമ്പോഴാണ് എനിക്കിഷ്ടമാവുക കേട്ടോ. എൻ്റെ എല്ലാ നല്ല ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ഒന്നിലും ഞാൻ അല്ലെങ്കിൽ ഉണ്ണിയുടെ മുമ്പിൽ തന്നെ എനിക്ക് കുഴപ്പമില്ല, ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കാം. വേറെ ആരെങ്കിലും ആണ് എൻ്റെ മുമ്പിൽ വന്നെന്ന് വെച്ചാൽ എനിക്ക് ചിരി വരില്ല, ഭാവങ്ങൾ വരില്ല. എനിക്ക് പേടിച്ചിട്ടുള്ളൊരു ഈ പുച്ഛഭാവമൊക്കെ ആയിരിക്കും എൻ്റെ മുഖത്ത് വരെ, എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ എന്താ പറയുക, ക്യാമറയൊക്കെ നമുക്ക് ശരിയാക്കിയിട്ട് ഫോട്ടോസൊക്കെ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കണം. ഈ 2 കമ്മൽ എങ്ങനെയുണ്ട്? ഇതും അതെ ഗിഫ്റ്റാണ് കേട്ടോ. ഈ കമ്മൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എന്താ പറയുക, നല്ലൊരു കിരികില കമ്മലാണ്. ഈ ഡ്രസ്സിന് ഈ കമ്മൽ മാച്ചല്ലേ, അടിപൊളിയല്ലേ? പിന്നെ ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതും ഈ ഡ്രസ്സിന് മാച്ചുണ്ടല്ലേ. ഇതൊരു കുറച്ച് കാണാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച കമ്മൽ പോലെയല്ല, ഇത്തിരി കാണാനുണ്ട്. ഇതും അതെ ഇത്തിരി കാണാനുള്ള കമ്മലാണ്. അപ്പോൾ ക്യാമറയൊക്കെ നന്നായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണം. എൻ്റെ എന്താ പറയുക, എൻ്റെ ക്യാമറ പെട്ടെന്ന് ശരിയാവട്ടെ, എത്രയും പ്രാർത്ഥിക്കും കേട്ടോ. ക്യാമറ തന്നെ ശരിയാവില്ല, നന്നാക്കാൻ കൊടുക്കണം. നന്നാക്കി കൊടുത്ത കുറേ കാലം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊളാബ് വീഡിയോസ് ചെയ്യണതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ജീവിച്ച് പോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. കുറേ പേര് പരാതിയുണ്ട് എന്തിനാണ് ഇത് ചെയ്യണേ വെച്ചിട്ട്. നമുക്ക് മമ്മുണ്ടേ, അപ്പം അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ക്യാമറയിൽ തന്നെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ തെണ്ടേണ്ടി വരും, ക്യാമറ നന്നാക്കാൻ കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ടാണ് നന്നാക്കാൻ കൊടുക്കാണ്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഈ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് നന്നാക്കാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ തുളസിമാലയുടെ കാര്യം കുറേ പേര് ചോദിച്ചു. എനിക്ക് തുളസിമാല എനിക്കറിയില്ല കേട്ടോ അതാണോന്ന്. പക്ഷേ തുളസിമാല ഇട്ട് തൊട്ടിട്ട് ഇത് വരുന്ന സമയം നോക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ കുറേ ദോഷങ്ങൾ ഇങ്ങനെ ദൈവം കാണിച്ചു തരുന്നുണ്ട്. അത് ഇട്ടുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണോ ചെയ്തേ, എന്താ അറിയില്ല. ആദ്യം മുതൽ നമ്മുടെ വാവക്കുട്ടൻ അവൻ്റെ അത് സംഭവം. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ദോഷങ്ങൾ സംഭവിക്കണമെന്ന് അറിയില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അനുസരണ ഇല്ലാത്ത കുട്ടിയാണ് കേട്ടോ. കുട്ടി മീൻസ് എൻ്റെ വീട്ടിലുള്ളവരുടെ. ഇപ്പം അമ്മയൊക്കെ എപ്പോഴും പറയും, ജനിച്ച അന്ന് മുതൽ എനിക്കൊരു അനുസരണയില്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ സന്തോഷത്തിനാണ് എപ്പോഴും ജീവിക്കാറ് കേട്ടോ. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ കാര്യങ്ങളിൽ കേട്ടോ, മറ്റുള്ളവരുടെ കാര്യത്തിലല്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് നോക്കുക. അപ്പം എൻ്റെ അമ്മ പറയും, അമ്മ അങ്ങനെ ചെയ്യുകയും പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കും. അപ്പം അനുസരണ ഇല്ലാത്ത കുട്ടിയാണ്. പണ്ടൊക്കെ നല്ല അടിച്ചിട്ടാണ് അമ്മേനെ വളർത്തി കേട്ടോ. എന്താ പറയുക, നല്ല അടി കിട്ടിയിട്ട് വളർന്നു. അപ്പം ഞാൻ ചോദിക്കും, എന്തിനാ കുട്ടി അടിക്കുന്ന സമയത്തൊക്കെ തല്ലി വരുമ്പോൾ കയ്യിലിരിപ്പ് നന്നല്ലാത്തതുകൊണ്ടാണ്. അപ്പം സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിപ്പ് നന്നല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ദോഷങ്ങൾ വരുന്നത്. അതിപ്പോൾ നമ്മൾ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഈ മാല ഇട്ടത് എന്തേലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണോ അത്, അല്ലെങ്കിൽ എനിക്കത് ഇടാനുള്ള എന്തെങ്കിലും തരത്തിൽ ദൈവം അത് വേണ്ട എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണോ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും വരുന്ന ദോഷങ്ങൾ. നമുക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കാരണം മറ്റുള്ളവർക്കും കൂടെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഞാനാണ് എന്ന് ഒരാളങ്ങനെ അതുകൊണ്ടാണോ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ഒഴിവാക്കുകയാണ്. അല്ല അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട്
ഞാൻ മാല ഊരി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ പേര് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയും. അത്ര വേണ്ട, ഇട്ടതും എൻ്റെ ഇഷ്ടം, ഊരി വെച്ചതും എൻ്റെ ഇഷ്ടം, അത്രയേ ഉള്ളൂ. അതിന് കുറേ കമൻസ് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, പാടില്ല എന്നൊക്കെ പറയരുത്. ദൈവത്തിന് നമ്മളെ അറിയാം, മനുഷ്യർക്ക് അറിയണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നന്നായി ജീവിച്ചാൽ മതി. മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പലർക്കും പല അഭിപ്രായവും നമ്മളെ പറ്റിയിട്ട്. നെവർ മൈൻഡ്, നമ്മൾക്കറിയാം നമ്മൾ എന്താന്നുള്ളത്. അതേപോലെ നമ്മളെപ്പോലെ തന്നെ നമ്മളെ അറിയണത്, നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിനും അറിയാം. അപ്പം അത്രയേ ഉള്ളൂ. മനുഷ്യന്മാരെ ഇനി എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് മാല ഊരി വെച്ചത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം.